ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കോൾഡ് സ്റ്റോറേജിൽ അകപ്പെട്ടു പോയ ഗംഗ ആരെങ്കിലും ഒന്ന് തുറക്കുവോ പ്ലീസ് എന്ന് ചോദിച്ചുകൊണ്ട് വാതിലിനെ കൊട്ടി വിളിച്ചു. ആരും തന്നെ പുറത്തുനിന്നൊന്നും പറയുകയോ തന്നെ രക്ഷിക്കാൻ കൂട്ടാക്കുകയോ ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ വേദനയോടെ ഗംഗ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കോൾഡ് സ്റ്റോറേജിൽ തന്നെ ഇരിക്കുന്നു. അപ്പോഴാണ് സ്കൂൾ വിട്ട് മടങ്ങിയെത്തിയ മാളൂട്ടി ഗംഗയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നത്. വാതിൽ തന്നെ ഇരുന്ന ഹൈമവതിയും ദേവയാനിയും ഗംഗ അവിടെ ഇല്ല എന്നുള്ള കാര്യം ആളുവിനോട് പറയുന്നു. ഗംഗ ഇത് എവിടെ പോയി? ഇത്രയും നേരമായിട്ടും ഞാൻ വിളിച്ചിട്ട് എന്താ ഗംഗ വരാത്തത് എന്ന് മാളു അന്വേഷിച്ചതും ഹൈമവതിയും ദേവയാനിയും പറഞ്ഞു, അത് ഗംഗ മഹിയോടൊപ്പം പുറത്തു പോയതാണ്. ഗംഗയും പ്രീതിയും ഉണ്ട് എന്ന് അറിയിച്ചത് കേട്ട്, അതെന്താ എന്നെ കൂടാതെ അവരുടെ 3 പേരും കൂടി പോയത്? ഞാനില്ലാതെ എന്തിനാ അവർ പോയത് എന്നൊക്കെ മാളൂട്ടി സങ്കടപ്പെടുന്നു. അത് കേട്ടതും ഉടനെ തന്നെ ദേവയാനി പറഞ്ഞു, അത് ശ്രീകയും കൊണ്ട് ഹോസ്പിറ്റലിൽ മറ്റേ പോയതാണ്, ഉടനെ തന്നെ അവർ വരും. മാളൂട്ടി സ്കൂളിൽ പോയിരിക്കല്ലായിരുന്നോ എന്ന് ചോദിച്ച് മാളുവിനെ സമാധാനപ്പെടുത്താനായി അവർ ശ്രമിച്ചു. അപ്പോഴാണ് ഗംഗ വാതിൽ തുറക്കാനാകാത്തതിന് നിരാശയിൽ ഗൗരിയുടെ സഹായത്തിന് വേണ്ടി, ഗൗരിച്ചി ഒന്ന് വരുവോ, ഞാൻ ആപത്തിലാണ് എന്ന് ഗംഗ വിളിക്കുമ്പോഴേക്കും ഗംഗയ്ക്കരികിലേക്ക് ഓടിയെത്താനുള്ള ശ്രമം നടത്തുമ്പോൾ തന്നെ ഏതൊക്കെ മന്ത്രശക്തികൾ തന്നെ അവിടെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്നു എന്നുള്ള സത്യം ഗൗരി തിരിച്ചറിയുന്നു. എനിക്ക് ഗംഗയ്ക്കരികിലേക്ക് വരാൻ കഴിയുന്നില്ല എന്ന് വേദനയോടെ ഗൗരി പറയുന്നു. അപ്പോഴേക്കും ഗുരുവമ്മയുടെ ശിഷ്യ അവിടെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ മന്ത്രത്തിന്റെ ശക്തിയാൽ ഗൗരിക്ക് തന്റെ ശക്തിയിൽ യാതൊരു രീതിയിലും ആ മന്ത്രത്തിന്റെ ശക്തിയെ തകർത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. അവസാനം മാളൂട്ടിയാകെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ ദേവയാനി പറഞ്ഞു, അതെ, ഞാൻ മഹിയെ വിളിക്കാം, എത്രയും നേരമായിട്ടും വരാത്ത എന്തുകൊണ്ടാണെന്ന് ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ദേവയാനി മഹിയുടെ ഫോണിലേക്ക് വിളിക്കുന്നതായി വെറുതെ ആക്ഷൻ കാണിക്കുന്നു. അപ്പോഴേക്കും ദേവയാനി മാളുവിനോട് പറഞ്ഞു, മോളെ, അച്ഛമ്മ വിളിച്ചിട്ട് മഹി ഫോൺ എടുക്കുന്നില്ല, ചിലപ്പോൾ അവർ മടങ്ങി വരികയായിരിക്കും എന്ന് പറയുമ്പോൾ മാളു പറഞ്ഞു, ഫോൺ ഇങ്ങതാ, ഞാൻ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് മാളു വേഗം തന്നെ ദേവയാനിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങിച്ചു. ഫോൺ തട്ടിയെടുത്തുകൊണ്ട് മാറി നിന്ന് വേഗം തന്നെ മാളു മഹിയുടെ ഫോണിലേക്ക് വിളിച്ചു. മാളു ഈ സമയത്ത് ഫോൺ ചെയ്യുമ്പോൾ ഗംഗ എങ്ങനെയെങ്കിലും ആ വാതിൽ തുറന്നൊന്ന് പുറത്തു കിടക്കാൻ എന്താ ഒരു പോംവഴിയെന്നും തണുപ്പ് കാരണം അതിനെ അതിജീവിക്കാനാകാതെ ആകെ തണുത്ത് വിറങ്ങലിച്ച് കൈകൾ പരസ്പരം കൂട്ടിത്തിരുമിയും അങ്ങനെ തന്റെ ശരീരത്തിൽ ചൂടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ഗംഗ അതിന്റെ ചുവട്ടിൽ അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് മഹിയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് മഹി വേഗം കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ എടുത്തോടനെ എന്താ മാളു എന്ന് ചോദിച്ചതും മാളൂട്ടി പറഞ്ഞു, അച്ഛാ, അച്ഛനത് എവിടെയാ? ഗംഗയും ഫ്രീക്കിയും എന്തിയെ? എന്താ മടങ്ങി വരാത്തത്? അത് കേട്ടാ മഹി പറഞ്ഞു, ഞാൻ ഗംഗയും ഫ്രീക്കിയും അവിടേക്ക് വീട്ടിലേക്ക് തിരിച്ചു വിട്ടതാണല്ലോ, കുറെ നേരമായല്ലോ, അവർ ഓട്ടോയിൽ അങ്ങോട്ട് പോന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതും ഇതുവരെയായിട്ടും ഗംഗയും ഫ്രീക്കിയും ഇവിടെ വന്നിട്ടില്ല, അവരെ കണ്ടില്ല, എനിക്കിപ്പോൾ അവരെ കാണണോ അച്ഛാ എന്ന് പറഞ്ഞ് മാളു സങ്കടപ്പെടുന്നു. അവരിതുവരെയായിട്ടും എത്തിയിട്ടില്ലെന്ന് അറിഞ്ഞ വിവരം കേട്ടതോടെ മഹിക്കും ആകെ ടെൻഷനായി. ഞാൻ ഉടനെ തന്നെ അവിടേക്ക് വരാൻ മോളെ എന്ന് പറഞ്ഞ് മഹി ഫോൺ വെച്ചു. ഈ സമയത്ത് ഗംഗ എങ്ങനെയെങ്കിലും ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ എന്താ പോംവഴിയെന്നറിയാനായി അവിടെ കണ്ട ഒരു ടേബിള് തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ ടേബിൾ കൊണ്ട് വാതിലിന് തള്ളി തുറക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ പാവം തന്റെ ഒരു പ്രയത്നം എന്നോണം ആ ടേബിള് വേഗം ശക്തിയായി ആ വാതിലിൽ ചെന്നിരിക്കുന്നു. പക്ഷേ എത്ര വാതിലിടിപ്പിച്ചിട്ടും അതൊന്നും ഫലം കാണാതെ നിരാശ മാത്രമായി ഗംഗ വേദനയോടെ അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് മഹി കൈലാസത്തിലേക്ക് മടങ്ങിയെത്തിയത്. മഹി അവിടേക്ക് വന്നതും മാളൂട്ടി മഹിയെ കണ്ടുകൊണ്ട് തന്നെ അരികിലേക്ക് ഓടിയെത്തി. അച്ഛാ എന്ന് വിളിച്ച് തോളിലേക്ക് ചാടിക്കയറുന്നു. മഹി മോളെ കയ്യിലെടുത്തതും മഹിയോട് മാള് പറഞ്ഞു, അച്ഛാ, ഇതുവരെയായിട്ടും ഗംഗയും ഫ്രീക്കും വന്നിട്ടില്ല, അവര് ഇവിടെ ഇല്ലച്ചാ. അത് കേട്ട ഉടനെ തന്നെ മഹിക്കുമാകെ ടെൻഷനായി. അതെങ്ങനെ ശരിയാകും? ഞാനല്ലേ അവരെ ഓട്ടോയിൽ കയറ്റി വിട്ടത്, വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് വണ്ടിക്ക് ടയർ പഞ്ചറായപ്പോൾ ഞാനാണ് അവരെ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടത്, ഇത്രയും നേരമായിട്ട് എത്തിയില്ലേ എന്ന് ആശങ്കയോടെ മഹി അങ്ങനെ കേട്ടു നിൽക്കുമ്പോൾ ഉടനെ തന്നെ ദേവയാനി പറഞ്ഞു, എന്നാ ഇതുവരെയായിട്ടും ഗംഗ എവിടേക്ക് വന്നിട്ടില്ല മഹി, ഇനി മറ്റെവിടെയെങ്കിലും ഗംഗ പോകുമെന്ന് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് വിഷമത്തോടെ മഹി എല്ലാവരെയും അറിയിച്ചു. അപ്പോഴേക്കും നഗലു അവിടേക്ക് രാഹുലും കൂടി എത്തുന്നു. രാഹുൽ വന്ന് മഹിയോട് പറഞ്ഞു, മഹിയേട്ടാ, എങ്ങും പോയിട്ടുണ്ടാവില്ല, ഏട്ടത്തി ഉടനെ തന്നെ മടങ്ങിയെത്തും എന്ന് പറഞ്ഞ് രാഹുൽ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മഹി പറഞ്ഞു, ഗംഗ അങ്ങനെ എങ്ങും പോകുന്നതല്ല, അതല്ല, ഇനി എന്തെങ്കിലും ആപത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഗംഗയുടെ ശ്രീ മഹേശ്വരൻ ഗംഗയെ രക്ഷിച്ചോളും, ആരെയും ഇന്നേ വരെ ദ്രോഹിക്കാത്ത
എല്ലാവർക്കും നല്ലത് മാത്രം വരാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ. അതുകൊണ്ട് തന്നെ ഗംഗയ്ക്ക് ആപത്തൊന്നും സംഭവിക്കില്ല. അത് ഭഗവാൻ തന്നെ ഗംഗയെ കാത്തോളും എന്ന് മഹി എല്ലാവരെയും സമാധാനിപ്പിക്കും വിധത്തിൽ പറയുന്നു. ആ വാക്കുകൾ കേട്ട് മാളൂട്ടി പറഞ്ഞു, അച്ഛാ നമുക്ക് പോയി നോക്കാം, ഗംഗയെ അന്വേഷിക്കാം എന്ന് പറയുമ്പോൾ ശ്രേയ പറഞ്ഞു, മാളു ഇവിടെ നിൽക്കേ, ഗംഗ ഉടനെ തന്നെ വന്നോളും എന്ന് പറഞ്ഞ് ശ്രേയ മാളുവിനോട് അവിടെ നിൽക്കാൻ പറയുമ്പോൾ മാളു അത് കേൾക്കുന്നില്ല. അച്ഛാ ഞാനും വരുക, എനിക്കും വരണം എന്ന് പറഞ്ഞ് മാളു നിർബന്ധം പിടിച്ചു. അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു, ഏട്ടാ ഒരു കാര്യം ചെയ്യാൻ കേട്ടാ, ഞാനും കൂടെ വരാം, ആരും വിഷമിക്കണ്ട, ഞങ്ങൾ എന്തായാലും എടുത്തേ കൊണ്ട് മടങ്ങി വരൂ എന്ന് പറഞ്ഞ് രാഹുൽ വേഗം മാളുവിനെയും കയ്യിലെടുത്ത് മഹിയോടൊപ്പം കാറിൽ കയറി. അവർ രണ്ടുപേരും അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പോഴേക്കും ദേവയാനി അതെല്ലാം കണ്ടു നിൽക്കെ ദേവയാനി പറഞ്ഞു, മഹി നീ ചെല്ല്, അവളെ ഇനി നിനക്ക് കാണാൻ പോടി കിട്ടാൻ പോകുന്നില്ല. ഇനി നീ അവളെ കണ്ടെത്തുന്നത് മരച്ച് വിറങ്ങലിച്ച് കിടക്കുന്ന അവളുടെ ശവശരീരം മാത്രമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഗംഗ തന്നെ രക്ഷിക്കാനായി ഗൗരിയെ വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഗുരു അമ്മയുടെ ശിഷ്യയുടെ ആ മന്ത്രത്തിന്റെ ശക്തിയാൽ ഗൗരിയുടെ ആത്മാവിനെ ഗുരുവമ്മയുടെ ശിഷ്യ തന്നെ മുന്നിലെത്തിക്കുന്നു. അവിടെ വന്നു നിന്ന ഗൗരിയുടെ ആത്മാവിന്റെ രണ്ട് കൈകൾ കൂടി ഗുരുവമ്മയുടെ ശിഷ്യ അവിടെ നിർത്തി ബന്ധിച്ചു. അവസാനം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനാകാത്ത വിധത്തിൽ ഗൗരിയെ തളച്ചു കഴിഞ്ഞു. ഗൗരി ആകെ വേദനയോടെ അവിടെ നിന്ന് എങ്ങനെ പോകുമെന്ന് ശ്രമം നടത്തുമ്പോൾ മാളുവിന്റെ ആശങ്കയും സങ്കടവും ഒക്കെ കണ്ട് മഹി ഗംഗയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ വേഗം കാർ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് കൈലാസത്തിലുണ്ടായിരുന്ന ദേവയാനിയും ഹൈമവതിയും ശ്രേയയും കൂടി ഗംഗയുടെ മരണവാർത്ത ഉടനെ തന്നെ കേൾക്കാൻ കഴിയും, ഉടനെ തന്നെ അവൾ മരിച്ചു എന്നുള്ള വാർത്ത നമ്മുടെ കാതുകളിലെത്തും, അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് എന്ന് അവർ മൂന്നുപേരും പരസ്പരം പറയുന്നു. ഉടനെ തന്നെ ഹൈമവതി പറഞ്ഞു, മോളെ ഗംഗ മരിച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മഹിയുടെ ഭാര്യയായി എൻ്റെ മോള് തന്നെ ഈ കൈലാസത്തിന്റെ മരുമകളായി തീരും, അത് തീർച്ച എന്ന് പറഞ്ഞപ്പോൾ ശ്രേയ പറഞ്ഞു, അതിനുവേണ്ടിയല്ല അമ്മേ ഞാൻ ഈ കഷ്ടപ്പെടുന്നതല്ല, എന്തായാലും ആ ഒരു ദിവസത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് എൻ്റെ ജീവിതത്തിലുടനീളം എന്ന് ശ്രേയ അറിയിച്ചു. അത് കേട്ട ഹൈമവതി പറഞ്ഞു, അതെ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഗംഗയുടെ മരണം അത് ഉറപ്പുവരുത്തുക, അവള് ഇനി എന്തായാലും ഇവിടേക്ക് മടങ്ങി വരില്ല, അത് തീർച്ചയാണ് എന്നറിയിച്ചു. അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു, എന്തായാലും ഗംഗ മരിച്ചതിൻ്റെ ആ ഒരു സങ്കടവും കരച്ചിലും ഒക്കെ ഒന്ന് കഴിയട്ടെ, അതിനുശേഷം ഉടനെ തന്നെ ശ്രേയയുടെയും മഹിയുടെയും വിവാഹം നമുക്ക് നടത്താം എന്ന് ദേവയാനി ഹൈമവതിയോടും ശ്രേയയോടും പറയുന്നു. ഗംഗയെ കാണാതായതിൻ്റെയും ഗംഗ തീർച്ചയായും മരിക്കുമെന്നുള്ളതിൻ്റെയും സന്തോഷത്താൽ അവർ മൂന്നുപേരും പാൽപായസം വെച്ച് സന്തോഷപൂർവ്വം ആസ്വദിച്ച് കുടിക്കുമ്പോൾ ഹൈമവതി പറഞ്ഞു, ഇന്നത്തെ ഈ പായസത്തിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, ചിലപ്പോൾ ആ ഗംഗയുടെ ശല്യം ഇന്നത്തോടെ ഇല്ലാതാകാൻ പോകുന്നു എന്ന കാരണത്താലായിരിക്കും ഇങ്ങനെയൊരു ടേസ്റ്റ് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ അത് കഴിക്കുന്ന ഹൈമവതിയെ നോക്കി ദേവയാനി പുഞ്ചിരിച്ചു.